ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലേക്കാണ്. പത്തനംതിട്ട ജില്ലയിലെ കാണേണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി എക്കോ ടൂറിസം. കാടിന് നടുവിലൂടെയാണ് അടവിയിലേക്കുള്ള യാത്ര. പോകുന്ന വഴിയിൽ ഒരു ഊഞ്ഞാൽ കണ്ടു, അവിടെയും നമ്മൾ കയറി ഒന്ന് ആസ്വദിച്ചു. 4 പേർക്കും ഒരു കുട്ടിക്ക് സഞ്ചരിക്കാനുള്ള കുട്ടവഞ്ചി സവാരിക്ക് 600 രൂപയാണ് ഈടാക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് വളരെ സേഫായിട്ടാണ് നമ്മൾ കുട്ടവഞ്ചിയിലേക്ക് കയറ്റുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുമൃഗങ്ങളെയും നമുക്ക് കുട്ടവഞ്ചി സവാരിയിൽ കാണാൻ പറ്റും. പക്ഷെ നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ശാന്തമായി ഒഴുകുന്ന കല്ലാറിൻ്റെ ഓളപ്പരപ്പിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള കുട്ടവഞ്ചി സവാരിയാണ് നമ്മൾ പോകുന്നത്. കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്ത ഒരു ട്രിപ്പാണ് കുട്ടവഞ്ചി സവാരി. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. വളരെ കാമാനിപ്പോയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇത്. കുട്ടവഞ്ചിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടവഞ്ചി തുഴയുന്ന ചേട്ടൻ കഥകളും കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും പ്രകൃതി ഭംഗിയെക്കുറിച്ചും ഒക്കെ വർണ്ണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ ആദ്യ കുട്ടവഞ്ചി സവാരി സ്റ്റാർട്ട് ചെയ്തത് കോന്നി അടവിയിലാണ്. ഏകദേശം അരമണിക്കൂറോളം ഉണ്ട് നമ്മുടെ ഈ കുട്ടവഞ്ചി സവാരി. അടവി എക്കോ ടൂറിസം ഓപ്പണിംഗ് ടൈം 8:30 മുതൽ 5:30 വരെയാണ്. കുട്ടികളെല്ലാം വളരെയധികം എൻജോയ് ചെയ്ത ഒരു ട്രിപ്പാണ് കുട്ടവഞ്ചി യാത്ര. മറ്റുള്ള ബോട്ട് യാത്ര പോലെയല്ല കുട്ടവഞ്ചി സവാരി. കൊടും വനത്തിലൂടെ ഒഴുകുന്ന നദിയിലൂടെയാണ് നമ്മുടെ യാത്ര. ഒരു നിശ്ചിത ദൂരം മുന്നോട്ട് പോയതിനു ശേഷം ഇതുപോലെ കുട്ടവഞ്ചി അവർ കറക്കും. അതൊരു വളരെ രസകരമായ അനുഭവമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടവഞ്ചി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.